ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ചെയ്തെടുക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 1.5 കിലോ കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഓവൻ യൂസ് ചെയ്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും നമുക്ക് ആദ്യം ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കണം. അപ്പം നിങ്ങളിപ്പോൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് വേണം ഇത് അരിച്ചെടുക്കാനായിട്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. പറ്റുവാണെങ്കിൽ 2 തവണയൊക്കെ അരിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനിയിപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/4 കപ്പിൽ പഞ്ചസാര എടുത്താൽ മതി. അപ്പോൾ മുട്ട ഇതുപോലെ പതഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് നന്നായിട്ട് പതഞ്ഞ് കിട്ടും. മുട്ടയും പഞ്ചസാരയും ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. സാധാ ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ചൂടുള്ള പാലൊന്നുമല്ല ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാലും ഓയിലും മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. മുഴുവനായിട്ടല്ല, ഇത് ഒരു പകുതി ഭാഗം നമുക്ക് ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, വളരെ കുറഞ്ഞ സ്പീഡിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. കാരണം അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങളൊരു വെയിറ്റ് കുറഞ്ഞ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്നതാവും. ബീറ്റർ വെച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊരു സ്പാച്ചുല വെച്ചിട്ട് ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടികളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ പതിപ്പിച്ച് വെച്ച ഈ മുട്ട അങ്ങ് താഴ്ന്നു പോകരുത്. അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡായിട്ട് മാറും. അപ്പോൾ പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർക്കാൻ പോകുന്നത്. ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ ചുറ്റിലും താഴെയും ഞാൻ ഓയിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡായി കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കേക്ക് ടിന്നിൽ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് ചേർത്തില്ലേ, ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പ്രീഹീറ്റ് ചെയ്യാത്ത പാനിലേക്ക് ഒരിക്കലും കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പാടില്ല. കുറഞ്ഞ തീയിൽ 10 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വളരെ കുറഞ്ഞ തീയിൽ 45 മിനിറ്റ് വേണം നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു 40 മിനിറ്റ് ആയാലും ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിക്കോളൂ, ഇതൊന്ന് ബേക്ക് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് മുൻപ് നിങ്ങൾ തുറന്ന് നോക്കരുത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ബേക്ക് ആകുന്ന സമയം കൊണ്ട് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റും 1 ടീസ്പൂൺ അളവിൽ ബട്ടറും എടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീം തന്നെ ചേർക്കണം, എന്നാലാണ് ആ ഗനാഷിൻ്റെ ടെക്സ്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റിലേക്ക് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിൽ ചൂടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ആ ചൂടിൽ കിടന്നിട്ട് അങ്ങ് മെൽറ്റായി പൊക്കോളും.
അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗനാഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചൂടൊക്കെ മാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫിയോണ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു 1.5 കപ്പ് അളവിൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഒരല്പം ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പ് വരുത്താം, ഒട്ടും ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം, കൊക്കോ പൗഡറും എല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും ഒരല്പം ചോക്ലേറ്റ് ഗനാഷും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ഷുഗർ സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാലിന് പകരം നിങ്ങൾക്ക് സാധാ വെള്ളത്തിലും ചെയ്തെടുക്കാം. പക്ഷേ പാലിൽ ചെയ്തെടുക്കുമ്പോൾ ചോക്ലേറ്റ് കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് പാലിൽ നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ബേക്കായോ എന്ന് ചെക്ക് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ മുകൾ വശം നമ്മൾ ഏറ്റവും അടിവശത്ത് വെച്ചിട്ട് വേണം ഇത് ഐസിങ് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ലെയർ ക്രീം വെച്ച് കൊടുത്തതിന് ശേഷവും ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 ലെയർ ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ അവസാന ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ട് നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കാം. കേക്ക് ഇവിടെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് വെച്ചിട്ടുള്ളത് കട്ടിംഗ് ബോർഡിലാണ്. അപ്പോൾ കട്ടിംഗ് ബോർഡ് ഒരു ചെറിയ ബൗളിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് താഴെ ഒരു വലിയ പാത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ എക്സസ് ആയിട്ട് വരുന്ന ഈ ചോക്ലേറ്റ് ഗനാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കേക്ക് മുഴുവനായിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ സൈഡിൽ ഒരല്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നോസിൽ വെച്ചിട്ട് ഫ്ലേവർ ഒന്നും വരച്ചെടുക്കുന്നില്ല. പകരം ഇതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റിനൊക്കെ ചെയ്തെടുക്കില്ലേ, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അതുപോലെ അങ്ങ് ഈ സൈഡിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരല്പം ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണത്. ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും, ഒരു ബേക്കിംഗ് പൗഡർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, എന്നിട്ടും എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.